ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സാങ്കേതിക വിദ്യയിൽ പുത്തൻ കുതിച്ചുചാട്ടവുമായി വോഡഫോൺ. സ്മാർട്ട് ഫോണിലൂടെ സാറ്റലൈറ്റ് വീഡിയോ കോളിംഗ് നടത്തിയതായാണ് വോഡഫോണിൻ്റെ അവകാശവാദം. ലോകത്താദ്യമായാണ് ഒരു ടെലികോം കമ്പനി വീഡിയോ കോളിംഗിനായി സാറ്റലൈറ്റ് സേവനം ഉപയോഗപ്പെടുത്തുന്നത്. വിദൂര ലൊക്കേഷനിൽ നിന്നാണ് വീഡിയോ കോൾ നടത്തിയതെന്നും യൂറോപ്പിലുടനീളം ഈ പ്രത്യേക സാങ്കേതികവിദ്യ ലഭ്യമാകുമെന്നും വോഡഫോൺ അവകാശപ്പെട്ടു. ഈ സാങ്കേതികവിദ്യയുടെ പ്രയോജനം ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ ലഭിക്കും. വോഡഫോൺ സിഇഒ മാർഗരിറ്റ ഡെല്ലവാലയെ നെറ്റ്വർക്ക് സിഗ്നൽ ഇല്ലാത്ത പ്രദേശത്തു നിന്നും എഞ്ചിനീയറായ റോവൻ ചെസ്മറെ വീഡിയോ കോൾ ചെയ്തുവെന്നാണ് അവകാശവാദം. പ്രത്യേക സാറ്റലൈറ്റ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയായിരുന്നു വീഡിയോ കോൾ നടത്തിയത്. സേവനം എത്രയും വേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് മാർഗരിറ്റ വ്യക്തമാക്കി. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ സാധാരണ സ്മാർട്ട് ഫോണുകളിൽ ഉപയോക്താക്കൾക്ക് ഈ സേവനത്തിന് 120 Mbps വരെ വേഗത ലഭിക്കും. അതേസമയം നെറ്റ്വർക്ക് കവറേജിലെ പ്രശ്നങ്ങൾ മറികടക്കാൻ വോഡഫോൺ ഉൾപ്പെടെ പല ടെലികോം കമ്പനികളും ഇപ്പോൾ സാറ്റലൈറ്റ് സേവനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും പുതിയ മുൻനിര പ്രീമിയം സ്മാർട്ട് ഫോണുകളിൽ ഉപഗ്രഹ കണക്ടിവിറ്റി ഓപ്ഷനും ഉപയോക്താക്കൾക്ക് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡീപ് സീക്കിനെതിരെ കോപ്പിയടി ആരോപണവുമായി ഓപ്പൺ AI രംഗത്ത്. ചൈനീസ് കമ്പനികൾ തങ്ങളുടെ സാങ്കേതിക വിദ്യ പകർത്താൻ ശ്രമിക്കുന്നതായി ChatGPT ചാറ്റ്ബോട്ടിന്റെ നിർമ്മാതാക്കളായ ഓപ്പൺ AI ആരോപിച്ചു. ചൈനീസ് അധിഷ്ഠിത കമ്പനികൾ മുൻനിര USA AI കമ്പനികളുടെ മോഡലുകൾ പകർത്തിയെടുക്കാൻ നിരന്തരം ശ്രമിക്കുന്നതായി ഓപ്പൺ AI വക്താവ് പറഞ്ഞു. ഡീപ് സീക്ക് ഓപ്പൺ സോഴ്സ് ഓപ്പൺ AI ഉപയോഗിച്ചതായും ഇദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം ഡീപ് സീക്ക് പൂർണ്ണമായും നിഷേധിച്ചു. ഓപ്പൺ AIയുടെ പ്രൊപ്രൈറ്ററി ടെക്നോളജി ഡിസ്റ്റിലേഷൻ ടെക്നിക് വഴി ഡീപ് സീക്ക് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായും ഓപ്പൺ AI അറിയിച്ചു. ചൈനീസ് കമ്പനികൾ നടത്തുന്ന തെറ്റായ നടപടികളുടെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. US സാങ്കേതികവിദ്യ കൈക്കലാക്കാനുള്ള എതിരാളികളുടെ ശ്രമങ്ങളിൽ നിന്ന് ഏറ്റവും കഴിവുള്ള മോഡലുകളെ മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിന് തങ്ങൾ US ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഓപ്പൺ AI പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓല ഇലക്ട്രിക്സിൻ്റെ പുതിയ മൂന്നാം തലമുറ സ്കൂട്ടറുകൾ നിരത്തിലേക്ക്. നിലവിലുള്ള മോഡലുകളേക്കാൾ 320 കിലോമീറ്റർ വരെ കാര്യക്ഷമതയും നൂതനവും ഭാരം കുറഞ്ഞവയുമാണ് പുതിയ മോഡലെന്ന് കമ്പനി അവകാശപ്പെട്ടു. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റവുമായാണ് ഓലയുടെ മൂന്നാം തലമുറ സ്കൂട്ടറുകൾ എത്തുക. മുൻ തലമുറകളെ അപേക്ഷിച്ച് നിർമ്മാണ ചെലവിൽ 31% കുറവുള്ള വാഹനം ഊർജ്ജ കാര്യക്ഷമതയിൽ 10% വർധനവ് നൽകും. പീക്ക് അവറിൽ 53% വരെ വർധനവുള്ളതായും കമ്പനി അവകാശപ്പെട്ടു. മുൻ മോഡലുകളിൽ ഉപയോഗിച്ചിരുന്ന ഹബ്ബ് മോട്ടോറുകൾക്ക് പകരം മിഡ് ഡ്രൈവ് മോട്ടറും ഇന്റഗ്രേറ്റഡ് മോട്ടോർ കൺട്രോൾ യൂണിറ്റും മൂന്നാം തലമുറ സ്കൂട്ടറുകളുടെ സവിശേഷതയാണ്. ഓലയുടെ പേറ്റന്റ് നേടിയ ബ്രേക്ക് ബൈ വയർ സാങ്കേതികവിദ്യ ഈ വിഭാഗത്തിലെ പ്രധാന കൂട്ടിച്ചേർക്കലാണ്. S1X, S1X Plus, S1 Pro, S1 Pro Plus തുടങ്ങിയ പരിഷ്കരിച്ച 8 വേരിയന്റുകളാണ് പുതിയ ശ്രേണിയിലുള്ളത്. 2 kWh ബാറ്ററിയുള്ള എൻട്രി ലെവൽ S1Xന് 79,999 മുതൽ വില ആരംഭിക്കുകയും 5.5 ഉള്ള ടോപ്പ് ഗിയർ S1 Pro Plusന് 1,69,999 വരെ വില വരികയും ചെയ്യും. പരിഷ്കരിച്ച TFT സ്ക്രീനാണ് മറ്റൊരു പ്രത്യേകത. പുതിയ സ്കൂട്ടറുകളുടെ ഓർഡറുകൾക്ക് ഇന്ന് ആരംഭം കുറിച്ചു. ഫെബ്രുവരി പകുതിയോടെ ഡെലിവറി ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഭാരത് സെല്ലുകൾ ഫീച്ചർ ചെയ്യുന്ന ഓല S1 Pro Plus ഏപ്രിലോടെയാകും ഡെലിവറി ലഭ്യമാകുക. ഇതോടൊപ്പം ഫെബ്രുവരി 5-ന് പുതിയ റോഡ്സ്റ്റർ X മോട്ടോർ ബൈക്കിന്റെ ലോഞ്ചും കമ്പനി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 1,00,000 BSNL 4G ടവറുകളുടെ പൂർത്തീകരണം ഈ വർഷം ജൂണോടുകൂടി പൂർത്തിയാകുമെന്ന TCS. ഇതിനു പുറമെ കൂടുതൽ സൈറ്റുകളിൽ 4G അവതരിപ്പിക്കാനുള്ള കരാർ തങ്ങൾക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും TCSലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. 1,00,000 4G ടവറുകൾ എന്നത് BSNLന്റെ മുഴുവൻ ഉപയോക്താക്കളെയും തൃപ്തിപ്പെടുത്താൻ മതിയാകില്ലെന്നും രാജ്യവ്യാപകമായി കൂടുതൽ നെറ്റ്വർക്ക് ശേഷി നേടണമെങ്കിൽ BSNL കൂടുതൽ 4G ടവറുകൾ സ്വന്തമാക്കേണ്ടതുണ്ടെന്നും TCS ടെലികോം സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സ് ഉപദേഷ്ടാവും തേജസ് നെറ്റ്വർക്കുകളുടെ ചെയർമാനുമായ NG സുബ്രഹ്മണ്യം പറഞ്ഞു. ഇപ്പോൾ സുപ്രധാന ചുവടുവയ്പ് എന്ന നിലയിലാണ് 1,00,000 സൈറ്റുകളിൽ 4G ലഭ്യമാക്കി വരുന്നത്. TCS നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിനാണ് ഇതിന്റെ കരാർ നൽകിയിരിക്കുന്നത്. BSNL 4G വ്യാപനത്തിനായി TCS നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിൽ C. തേജസ് നെറ്റ്വർക്ക്സ് എന്നിവയും ഉൾപ്പെടുന്നു. 1,00,000 സൈറ്റുകളിൽ 4G എത്തിയ ശേഷം
5G വ്യാപനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളും BSNL ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായുള്ള പരീക്ഷണങ്ങൾ ഡൽഹി സർക്കിളിൽ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. 4G വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിലൂടെ BSNLന് 5Gയിലേക്ക് മാറാനാകുമെന്നാണ് പ്രതീക്ഷ. ഏതൊക്കെ 4G സൈറ്റുകളിലാണ് 5Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്നും ഈ സൈറ്റുകളിൽ ഏത് 5G സ്പെക്ട്രം ബാൻഡാണ് വിന്യസിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും BSNL തീരുമാനിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള അപ്ഗ്രേഡുകൾ TCS നിർവഹിക്കുമെന്നും സുബ്രഹ്മണ്യം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.